കെ സുരേന്ദ്രൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ. വളരെ നല്ലൊരു ന്യൂസ് ആണല്ലേ? ഒരു വ്യക്തിയെ എത്ര മനോഹരമായി ഒതുക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്ഥാനാർത്ഥിത്വം. RR Talks ഇന്ന് കൈകാര്യം ചെയ്യുന്ന വീഡിയോ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവും അതിലെ ഉൾക്കളികളും. RR Talksലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരള സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടും ഈ അടുത്തിടയ്ക്ക് കെ സുരേന്ദ്രൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനം ഒരു ബൂമറാങ് പോലെ തനിക്ക് തന്നെ വിനയായിരിക്കുകയാണ്. താൻ എറിഞ്ഞ ബൂമറാങ് കറങ്ങിത്തിരിഞ്ഞ് തന്റെ നെഞ്ചത്ത് വന്ന് കൊള്ളുന്ന പോലെ ആയിരിക്കുകയാണ്. ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. കിട്ടിയോ? ഏത് സ്കൂളില് ചുമ്മാ അടിച്ചു വിട്ടു അച്ചാരം വാങ്ങിയിരിക്കും. കെ ഫോണും കെ റൈസും കെ റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. കിട്ടാത്ത റൈസ് പറയട്ടെ. കെ ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, കെ റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, കെ റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിൽ. ചുമ്മാ അടിച്ചിറക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന കെ സുരേന്ദ്രൻ കെ റെയിൽ കിട്ടാത്ത റെയിൽ, കെ ഫോൺ കിട്ടാത്ത ഫോൺ, കെ റൈസ് കിട്ടാത്ത അരി എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ കിട്ടാത്ത സുരേന്ദ്രനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, അല്ല അങ്ങനെ ചോദിക്കണ്ട, ചോദിച്ചാൽ അതിനകത്ത് തമാശയൊന്നുമില്ല, അതൊരു കാര്യമായ ചോദ്യം തന്നെയാണ്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി BJPയിൽ ഇരുന്നെങ്കിൽ പോലും കേരളത്തിൽ BJPക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കെ സുരേന്ദ്രൻ ആയിട്ടില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും കേന്ദ്ര നേതാക്കളും നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഒക്കെ തന്നെയാണ് മുൻനിരയിൽ നിന്ന് ഇപ്പോഴത്തെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രത്യേകിച്ചുള്ള അധികാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആയിരുന്നു കെ സുരേന്ദ്രൻ. ഈ സാഹചര്യത്തിൽ പ്രത്യേക കാരണങ്ങളൊന്നും കൂടെ ഇല്ലാതെ കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ അത് BJPയിൽ പടലപ്പിണക്കങ്ങളും കാലുവാരലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു താരപരിവേഷം കൊടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിപ്പിച്ച് 2-3 കേന്ദ്ര നേതാക്കളെ നേരിട്ട് പ്രചരണത്തിനിറങ്ങി സുരേന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കാം. BJPക്ക് പ്രത്യേകിച്ചുള്ള നേട്ടങ്ങളൊന്നും വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന കാര്യവും BJP നേതൃത്വത്തിന് അറിയാം. നൈസായി സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുക മാത്രമാണ് ഈ നീക്കത്തിലൂടെ ഉള്ളത് എന്നാണ് RR Talksന്റെ അഭിപ്രായം. ശബരിമല വിഷയം പോലെയുള്ള പ്രശ്നങ്ങൾ കത്തി നിന്നപ്പോൾ പോലും അത് വോട്ടാക്കി മാറ്റുവാൻ കഴിയാൻ സാധിക്കാത്ത ഒരു സംസ്ഥാന നേതാവ് തന്നെയാണ് കെ സുരേന്ദ്രൻ. അതുപോലെ തന്നെ ഈ അടുത്തയിടയ്ക്ക് പത്മജയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വരുന്ന വിവരം സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. സുരേഷ് ഗോപിയാണ് അതിന് ചരട് വലിച്ചത് പോലും. സംസ്ഥാന അധ്യക്ഷൻ അറിയാതെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരു പ്രധാന നേതാവ് തന്റെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാന അധ്യക്ഷന്റെ കസേര അന്നേ ഇളകി തുടങ്ങി എന്ന് തന്നെയാണ് അർത്ഥം. എന്തായാലും RR Talksന്റെ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, സുരേന്ദ്രന്റെ ഈ സ്ഥാനചലനം, സുരേന്ദ്രന്റെ ഈ സ്ഥാനാർത്ഥിത്വം ഒരു ഒതുക്കലാണോ അതോ ശരിക്കും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പടയൊരുക്കമാണോ? രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ച് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിതത്വം കുറയ്ക്കുക എന്ന BJP ലക്ഷ്യമാണോ ശരിക്കും ഇതിന് പിന്നിൽ, അതോ സുരേന്ദ്രനെ നൈസായിട്ട് ഒതുക്കിയതാണോ? നോർത്ത് ഇന്ത്യയിൽ മത്സരിക്കുവാൻ യാതൊരു ധൈര്യവുമില്ലാത്ത രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നതിന് തന്റെ സുരക്ഷിത താവളത്തിന് വെല്ലുവിളിയും ഭീഷണിയും ആകുമോ സുരേന്ദ്രൻ? ശരിക്കുമുള്ള BJPയുടെ ഈ നീക്കത്തിന് പിന്നിലെ കാരണം എന്താണ്? പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.